മലയാളം. മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഏതൊക്കെ അക്ഷരം പഠിച്ചു? കായ്ക്ക ഗായ്ക്കങ്ങ, ചായ്ച്ച ജായ്ച്ചഞ്ഞ, ഡായിട്ട ഡായിട്ടണ, തായ്ത്ത തായ്ത്തണ അല്ലേ? ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് പുതിയ അക്ഷരം നമ്മൾ പഠിക്കണം. ഏതൊക്കെ അക്ഷരങ്ങളാണ്? പ, ഫ, ബ, ഫ, മ. വ്യഞ്ജനാക്ഷരങ്ങൾ പ, ഫ, ബ, ഫ, മ. ഈ 5 അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് ആ 2 ലൈനിൽ എഴുതാൻ പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഒറ്റവരയിൽ എഴുതി പഠിക്കാം. അതിനുശേഷം മാത്രമേ 2 ലൈൻ ബുക്കിൽ നിങ്ങൾ എഴുതാവൂ. നമുക്ക് ആദ്യം പ എങ്ങനെയാണ് 2 ലൈൻ ബുക്കിൽ എഴുതുന്നതെന്ന് പഠിക്കാം. ആദ്യം 2 ലൈൻ ടച്ച് ചെയ്യരുത്. താഴത്തെ ലൈനിൽ മാത്രം റ കണ്ടോ? റ എഴുതി ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു. മുകളിലേക്ക് പോയി വരച്ചു. എന്തക്ഷരമായി? പ. ടീച്ചർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കുഞ്ഞ റ എഴുതി സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, മുകളിലേക്ക് വരച്ചു. പ. ഇത് വളരെ എളുപ്പമല്ലേ ഈ അക്ഷരം എഴുതാൻ? അത് ഇനി ഫ. അടുത്ത അക്ഷരം എന്താണ്? ഫ. അത് പ എഴുതിയതിനു ശേഷം മുകളിലേക്ക് ഒരു കർവ് വരച്ചു വെക്കുന്നതാണ് എന്തക്ഷരം? ഫ. ടീച്ചർ പറഞ്ഞുതരാം. കുഞ്ഞറ എഴുതി സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, മുകളിലേക്ക് സ്ലാൻഡിംഗ് ലൈൻ വരച്ചു, ഇങ്ങനെ വളച്ച് താഴേക്ക് വരച്ചു. എന്തക്ഷരമായി? ഫ. പറഞ്ഞേ. ഫ. ആദ്യം നമ്മൾ ഏതക്ഷരം എഴുതി? പ അല്ലേ? പ എഴുതി പഠിച്ച കുഞ്ഞിന് വളരെ എളുപ്പമാണ് എന്ത് എഴുതാൻ? ഫ. ഇനി കുഞ്ഞുമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ പ എഴുതിയിട്ട് ഇങ്ങനെ റാ പോലെ എഴുതി വെക്കരുത്. എങ്കിൽ തെറ്റാണ് അല്ലേ? കുഞ്ഞ് റാ എഴുതി ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾ വളരെ എളുപ്പത്തിന് ഇങ്ങനെ കൊണ്ട് എഴുതി വെച്ചാൽ വളരെ തെറ്റാണ് അല്ലേ? കുഞ്ഞുമക്കൾ ആദ്യമേ തെറ്റ് പഠിക്കരുത് അല്ലേ? ശരിയായ രീതിയിൽ മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ എഴുതരുത്. പിന്നെയോ കുഞ്ഞറ എഴുതി സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, മുകളിലേക്ക് പോയി വേണം തിരിച്ചിങ്ങനെ വരയ്ക്കാൻ. എങ്കിൽ മാത്രമേ ഫ ആയി മാറും. അല്ലാതെ ആരും തന്നെ ഇങ്ങനെ വരച്ചതിന് ശേഷം ഒരു റാ എഴുതി വയ്ക്കാം, എളുപ്പമല്ലേ എന്ന് ആരും തന്നെ ചിന്തിക്കണ്ട. ചെയ്യും അങ്ങനെ? ഇല്ല. കുഞ്ഞുമക്കളെല്ലാം നല്ല മക്കളാണ് അല്ലേ? അപ്പൊ നമ്മൾ പ പഠിച്ചു, ഫ എഴുതാനും പഠിച്ചു. അടുത്ത അക്ഷരം ഏതാണ്? ബ. പറഞ്ഞേ. ബ. ബ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എ അടയാളം പഠിച്ചില്ലേ? ഏതാണ്? ഓർമ്മയുണ്ടോ? ഏതാണ്? എങ്ങനെ അല്ലേ? ഓർമ്മയുണ്ടല്ലോ. എ അടയാളം അതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. ആദ്യം ഒരു എ അടയാളം എഴുതുക. അത് കഴിഞ്ഞിട്ട് റാ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും. നിർത്തിയതിന് ശേഷം ഒരു കുഞ്ഞു കർവ് ഇങ്ങനെ കണ്ടോ? എന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കും, ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കും. എന്തക്ഷരമായി? ബ. കുഞ്ഞുമക്കൾക്ക് വളരെ എളുപ്പത്തിനാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ എ അടയാളം എഴുതും. പിന്നെയോ ഒരു റാ വന്ന് താഴെ ടച്ച് ചെയ്യാതെ നിർത്തും അല്ലേ? നിർത്തിയിട്ട് മുന്നിലോട്ട് ഒരു കുഞ്ഞു കർവ്, എന്നിട്ട് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കും, സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കും. എന്തക്ഷരമായി? ബ. പറഞ്ഞേ. ബ. ഇപ്പൊ ഏതക്ഷരം നമ്മൾ പഠിച്ചു? പ പഠിച്ചു, ഫ പഠിച്ചു, ബ പഠിച്ചു. ഇനി ഏതക്ഷരമാണ്? ഫ. കുഞ്ഞുമക്കൾക്ക് ആ ഫ കണ്ടാൽ എങ്ങനെ എഴുതും? അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലേ? കുഞ്ഞുമക്കൾക്ക് ടീച്ചർ ഈ അക്ഷരം എഴുതി പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ എന്ത് പറയും? വളരെ എളുപ്പം എന്ന് നിങ്ങൾ പറയും.
എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമ്മൾ റാ പഠിച്ചു ഇല്ലേ? കായ്ക്ക ഗായിക്കങ്ങ ചായ്ച്ച ജായ്ച്ചഞ്ഞ ഡായിട്ട അതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ഡാ. ഡായും പഠിച്ചു. ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഈ റായും ഡായും നല്ല കൂട്ടുകാരായിരുന്നു. എന്തായിരുന്നു? കൂട്ടുകാരായിരുന്നു. ഫ്രണ്ട് അല്ലേ? രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ ഒരു സ്ഥലം കാണാൻ പോയി. എവിടെ പോയി? സ്ഥലം കാണാൻ. നമ്മളെ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോ കൈ പിടിച്ചു പോകില്ലേ? അതേപോലെ റായും ഡായും കൈ പിടിച്ചു പോകാൻ തീരുമാനിച്ചു. ഫ്രണ്ട്സ് അങ്ങനെയല്ലേ, നമ്മൾ കൈ പിടിച്ചു പോകില്ലേ? അതുപോലെ റായും ഡായും കൂടെ കൈ പിടിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? നോക്കിയേ, റാ ഇങ്ങനെ വന്ന് അപ്പൊ ഡാ വന്നു. ഡായിനെ കണ്ടപ്പോ എന്ത് ചെയ്തു? ഡാ. ഇതാണ് ഡാ. കണ്ടോ? റായും ഡായും കൈ പിടിച്ചു പോകുന്നത് കണ്ടില്ലേ? കണ്ടു. ഇനി നിങ്ങൾക്ക് ഈ അക്ഷരം എഴുതാൻ പ്രയാസമുണ്ടോ? ഇല്ല അല്ലേ? റാ ഇങ്ങനെ വന്ന് ഡായെ കൈ പിടിച്ചു. ഡാ പോകുന്നു, ടൂർ പോകുന്നു. കണ്ടോ? സ്ഥലം കാണാൻ പോകുന്നത്. കൈ പിടിച്ച് ഫ്രണ്ടായിട്ട് പോയി. രണ്ടുപേരും ഫ്രണ്ടായില്ലേ? ഇതാ റാ ഡാ. ഇവര് മാറി മാറി നിൽക്കുന്നത് കണ്ടില്ലേ? ഇപ്പൊ എന്തായി? ഫ്രണ്ടായല്ലേ? കൂട്ടുകാരെ കൈ പിടിച്ചു പോകുന്നു. അപ്പോ ആ ഫ്രണ്ടിനെ പറയുന്ന പേരാണ് ഫ. പറഞ്ഞേ, ഫ. ഇനി 2 ലൈൻ ഫ എഴുതുന്നത് എങ്ങനെയാന്ന് ടീച്ചർ പറഞ്ഞുതരാം. റാ ഇങ്ങനെ വന്നു. കണ്ടോ? റാ ഇങ്ങനെ വന്നത് കണ്ടോ? അപ്പൊ ഡായനെ കണ്ടു. ഡാ. ഇപ്പൊ ഏതക്ഷരമായി? ഫ. ഇനി കുഞ്ഞുമക്കൾ ഓർത്ത് നോക്കിയേ, ഫ എഴുതാൻ പ്രയാസമുണ്ടോ? ഇല്ല അല്ലേ? എല്ലാവർക്കും ഫ എഴുതാൻ അറിയാം. ടീച്ചർ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. റാ ഇങ്ങനെ വന്നിട്ട് ഡാ എഴുതും. അപ്പൊ എന്തക്ഷരമായി? ഫ. ഇനി മാ എഴുതാൻ അതും നിങ്ങൾക്ക് അയ്യോ മാ എങ്ങനെ എഴുതും അങ്ങനെയുണ്ടോ? ഇല്ല. ടീച്ചർ അതും വളരെ വേഗത്തിൽ നല്ല എളുപ്പമായി എഴുതാൻ ടീച്ചർ ഒരു വിദ്യ പറഞ്ഞു തരാം. നിങ്ങൾ ആരാണ് ബ്രഷ് ചെയ്തു തരുന്നത്? കുളിപ്പിക്കുകയും പല്ല് തേക്കുകയും ചെയ്യുന്ന ആരാണ്? അമ്മ അല്ലേ? ഇതുപോലെ റായുടെ അമ്മ ബ്രഷ് ചെയ്യാൻ റായുടെ അമ്മ വിളിച്ചു. റാ ഇവിടെ നിൽക്കുകയാണ്. ഇതാ തുടങ്ങാൻ പോയാണ്. ഇവിടെ അമ്മ നിൽക്കുകയാണ്. റാ എടുത്ത് പറയാണ്, മോളെ പോയി ബ്രഷ് ചെയ്. റാ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പോയി. റാ പോയാണ്, ബ്രഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ പെട്ടെന്ന് റായ്ക്ക് അമ്മയെ കാണണം. നിങ്ങൾക്ക് ബ്രഷ് ചെയ്യുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്യാൻ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ട് അമ്മേ എന്ന് വിളിക്കില്ലേ? അതുപോലെ റാ ആരെ വിളിച്ചു? അമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് ഓടിപ്പോകൂലേ? അതുപോലെ റാ ഇവിടെ വന്നിട്ട് ഓടി ഇതിലെ അമ്മയെടുത്ത് അടുത്ത് പോയി. കണ്ടോ? റാ ഇങ്ങനെ നടന്ന് വന്ന് ബ്രഷ് ചെയ്യാൻ പോയപ്പോ അമ്മയെ കാണുമെന്ന് തോന്നി. അമ്മയുടെ അടുത്ത് ഓടി തിരിഞ്ഞു പോയി. അപ്പൊ അമ്മ പറഞ്ഞു, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോയി ബ്രഷ് ചെയ്യാം. അമ്മ എന്ത് ചെയ്തു? റായ മോളെ വിളിച്ച് ഇതിലേ പോയി. കണ്ടോ? ഇതിലേ പോയി ഇതാ ബ്രഷ് ചെയ്യുന്ന അടുത്തേക്ക് പോയി. എന്തക്ഷരമായി? മാ. പറഞ്ഞേ, മാ. ടീച്ചർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. റാ ബ്രഷ് ചെയ്യാൻ പോയി. അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മയുടെ അടുത്ത് ഓടി വന്നു. കണ്ടോ? ഇനി അമ്മയും റായും കൂടെ ഒരുമിച്ച് ബ്രഷ് ചെയ്യാൻ ഇതിലേ പോയി മുകളിലേക്ക് ബ്രഷ് ചെയ്യാൻ എത്തി. എന്തക്ഷരമായി? മാ. ഇനി കുഞ്ഞുമക്കൾ ഓർത്ത് നോക്കിയേ, മാ എഴുതാൻ വിഷമമാണോ? ഇല്ല. പ്രയാസമുണ്ടോ? ഇല്ല ഇല്ലേ? വേഗത്തിൽ നിങ്ങൾക്ക് മാ എഴുതാൻ അറിയാം. ഇനി ടീച്ചർ 2 ലൈനിൽ എങ്ങനെയാണ് മാ എഴുതുന്നതെന്ന് പറഞ്ഞു തരാം. താഴത്തെ ലൈനിൽ നിന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയി റാ എഴുതിയതിന്റെ പകുതി വന്നതിന് ശേഷം എന്ത് ചെയ്താ തുടങ്ങിയ സ്ഥലത്ത് താഴെ വരണം. എന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക, മുകളിലേക്ക് പോവുക. എന്തക്ഷരമായി? മാ. എന്തക്ഷരമായി? മാ. ഇനി കുഞ്ഞുമക്കൾ ആരും തന്നെ റാ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കരുത്. വരയ്ക്കൂ ആരെങ്കിലും? ഇല്ല. അതുകൊണ്ടാണ് ടീച്ചർ ഈ വിദ്യ ഒരു കഥയിലൂടെ മാ എഴുതാൻ പറഞ്ഞു തന്നത്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ഇല്ല, ചെയ്യില്ല അല്ലേ? റാ എഴുതിയിട്ട്
ഇങ്ങനെ ഒരു വരയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ അമ്മയോ ചേച്ചിമാരോ ആര് പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കരുത്. ഇങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെയോ ടീച്ചർ പറഞ്ഞിരുന്നത് പോലെ ഇങ്ങനെ വേണം മാ എഴുതാൻ. ഇല്ലേ? കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ എളുപ്പമാണല്ലോ എഴുതാൻ. ചിരി വരുന്നുണ്ടല്ലേ? ശരി. അപ്പൊ നമ്മൾ ഇന്ന് 5 അക്ഷരം പഠിച്ചു. ഏതൊക്കെയാണ്? പ, ഫ, ബ, ഫ, മ. 2 ലൈനിൽ എങ്ങനെയാണ് പ, ഫ, ബ, ഫ, മ എഴുതുന്നതെന്നും നിങ്ങൾക്ക് വേഗം മനസ്സിലായി അല്ലേ? അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും ഒറ്റവരെ ബുക്കിൽ എഴുതിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? 2 ലൈൻ എഴുതാം. ഇനി ടീച്ചർ ഈ 5 അക്ഷരം വരുന്ന ഓരോ ചിത്രവും വാക്കും പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ ചിത്രങ്ങളും കൂടുതൽ വാക്കുകളും കണ്ടെത്തണം. പ, പന. ഫ, ഫലം. ബ, ബലൂൺ. ഫ, ഭരണി. മ, മരം. ക്ലോസ് യുവർ ബുക്ക് എല്ലാവരും മടക്കി വെച്ചേ. ചാടി എണീറ്റേ. ജോയിൻ യുവർ ഹാൻഡ്സ്. സേ താങ്ക് യു ടീച്ചർ. താങ്ക് യു ചിൽഡ്രൻ. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നിങ്ങളുടെ അടുത്ത് ഓടി വരും. അതുവരെ ബൈ ബൈ കൂട്ടുകാരെ. ബൈ ബൈ.